നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും സങ്കടപ്പെട്ട് ദൈവമേ ഞാൻ മുന്നേ കണ്ടിട്ടേ ഇല്ല. വിശാൽ സാറ് ആശുപത്രിയിലായതിന്റെ സങ്കടാണോ? പേടിക്കാനൊന്നുമില്ല ദൈവമേ. വിശാൽ സാറ് ഇപ്പൊ ആശുപത്രിയിലല്ല, വിപിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയാ ദൈവമ്മയ്ക്ക് വിശാൽ സാറിനെ കാണാലോ. എന്നിട്ടും ദൈവമ്മ കരയാണല്ലോ. അയാള് വിശാൽ സാറിനെ വെടിവെക്കൊന്ന് പേടിച്ചിട്ടാണോ? പേടിക്കണ്ട ദൈവമേ. ഇത്രയും ആപത്തുകളിൽ നിന്നും വിശാൽ സാറിനെ ഞാൻ രക്ഷിച്ചില്ലേ? അതുപോലെ ഈ വരാൻ പോകുന്ന ആപത്തിൽ നിന്നും ഇനിയും വിശാൽ സാറിനെ ഞാൻ രക്ഷിക്കും. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഉദയന്നൂരമ്മ എനിക്കൊരു വഴി കാണിച്ചു തരും. ദേവമ്മ പേടിക്കണ്ട. വിശാൽ നിന്റെ ഭർത്താവാ. വിശാലിനെ നീ എങ്ങനെയും രക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ മോളെ, എന്റെ ഭർത്താവിനെ ആര് രക്ഷിക്കും? ദേവമ്മ, അദ്ദേഹത്തിന് വലിയൊരു ആപത്ത് വരാൻ പോവാ മോളെ. എല്ലാ കടമകളും തീർത്ത് ദൈവം നിശ്ചയിച്ച ആയുസ്സെത്തും വരെ ഭൂമിയിൽ ജീവിച്ച അദ്ദേഹം എന്റെ അരികിലേക്ക് വരുന്നത് എനിക്ക് സന്തോഷം തന്നെയാ. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. എന്നെപ്പോലെ ദൈവം നിശ്ചയിച്ച ആയുസ് തീരും മുൻപേ ഈ ഭൂമി വിട്ടു പോകേണ്ടി വരാം. അദ്ദേഹത്തിന്റെ നേർക്ക് വലിയൊരു ആപത്ത് വരാനിരിക്കുക. പേടിക്കണ്ട ദൈവമേ. എന്റെ അച്ഛൻ പോയതിനു ശേഷം ഞാൻ അത്രയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അച്ഛ എന്ന് വിളിച്ചത് അദ്ദേഹത്തെയോ? അച്ഛന്റെ നേർക്ക് വരുന്ന ആപത്തുകളുടെയൊക്കെ മുന്നിൽ ഞാൻ പോയി നിൽക്കും. പക്ഷേ മോളെ, നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല അത്. ഉദയന്നൂരമ്മ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ദൈവമേ പേടിക്കുന്നത്? എന്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് മോള് ദീപം തെളിയിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതുപോലെ എന്റെ ഭർത്താവിന്റെ ചിത്രത്തിന് മുന്നിലും ദീപം തെളിയിക്കുന്നത് എനിക്ക് കാണേണ്ടി വരരുതെന്ന എന്റെ പ്രാർത്ഥന. ദൈവമയ്ക്ക് ഞാൻ വാക്ക് തരുന്നു. ഉദയന്നൂരമ്മയുടെ സഹായത്തോടെ അച്ഛന്റെ നേർക്ക് വരുന്ന ആപത്തുകളെ തട്ടി നീക്കാൻ എനിക്ക് കഴിയും. ദേവമ്മയുടെ പ്രാർത്ഥന ഉണ്ടായ മാത്രം മതി. നിന്റെ ഈ വാക്കുകളാ എന്റെ ധൈര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.